ഹലോ. ഹലോ. ആ പറയണ കേൾക്കുന്നു. എനിക്ക് കേൾക്കാം. ഇപ്പൊ കേൾക്കാം. പക്ഷെ ക്ലിയർ കുറവാണ്. നിങ്ങൾ ഹെഡ്സെറ്റ് എന്തെങ്കിലും ആണെങ്കിൽ അത് ഒഴിവാക്കിയ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതെ. വീഡിയോസുകളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ പറയണതേ ശരിയായിട്ട് മനസ്സിലാവണില്ല. നിങ്ങള് പിന്നെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നേരെ സംസാരിക്കുക. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നിങ്ങളെ സൗണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്. അല്ല, നിങ്ങൾ സംസാരിച്ചോളി, കുഴപ്പമില്ല, പറഞ്ഞോളി. ഒന്നുമല്ല, മറ്റേ വീഡിയോസുകളൊക്കെ കാണലുണ്ട്. ആ അത് ഞങ്ങളോട് ചോദിക്കുന്നത് ഈ പറയുന്നതിന് നിങ്ങള് സമൂഹത്തിന് എന്താണത്, എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. അതായത് ഇപ്പൊ നിങ്ങള് ഒരു മുസ്ലിമിനോട് ഇപ്പൊ നിങ്ങള് പറയുന്നത് ഇസ്ലാം മതം ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോ അല്ല, അത് നമ്മൾ പറയണത് ആരോടാ അറിയോ? നമ്മൾ ആരോടാ പറയണ വെച്ചാൽ ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം മോശമാണ് എന്ന് പറയണവരോടാണ് പറയണത്. അങ്ങനെ ഒരു വാദം കേൾക്കുന്നുണ്ടോ? നിങ്ങളെ പരിചയപ്പെടുത്തി തന്ന എന്റെ ഒരു കൂട്ടുകാരനാണ്. ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവന്റെ കയ്യിൽ നിന്നൊക്കെ ഇപ്പൊ പറ്റേ പോയിക്കുന്നു. ഇപ്പൊ എനിക്ക് മതത്തിലൊക്കെ വിശ്വാസമല്ല എന്നാണ് പറയുന്നത്. അത് ഈ കുട്ടികളൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ മതം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ പറഞ്ഞ് പറ്റിച്ചത് എനിക്കിപ്പോ അത് പറഞ്ഞ് പറ്റിക്കായിരുന്നു മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല. എന്താ ഉള്ളത് പോലെ മതം പഠിപ്പിച്ചു കൊടുക്കാലോ. ആളുകളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ. കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ആവശ്യങ്ങളില്ലേ. മതല്ലാതെ ജീവിക്കാം. ഇപ്പൊ ഞാൻ മതല്ലാതെയാണ് ജീവിക്കുന്നത് കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട്. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാതും ചെറുപ്പം മുതലേ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് അതായത് എല്ലാതും പഠിച്ച് മനസ്സിലാക്കി അതിന് ശേഷം ഇപ്പൊ ഏകദേശം ഒരു മനസ്സിലാക്കിയ ഒരാൾക്ക് പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെ പറ്റി നോക്കുമ്പോ ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ പറയുന്നുണ്ടെങ്കില് അവർക്ക് ഇതേമാതിരി വിളിച്ച സമയത്തോന് അവന്റെ വേറെ കൂട്ടുകാരന്മാരെ ഇങ്ങനെ കള്ളുപിടിക്കും. അപ്പൊ ഈ എന്താണ് അതൊക്കെ ചെയ്യണത്, ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ എന്റെ വിശ്വാസമൊന്നും നമ്മുടെ ജീവിതത്തില് സന്തോഷിക്കല്ലേ. വിട്ടിട്ട് കള്ളുപിടിക്കാൻ തുടങ്ങിയോ? അല്ല, മതം വിട്ടുകൊണ്ടെന്നല്ല. ഇപ്പൊ അങ്ങനെ ചിന്താഗതിയില്ല, മുന്നോട്ട് ചിന്താഗതിയില്ല. വിശ്വാസമുള്ള കള്ളു കുടിക്കണ നിസ്കാരം കള്ളുകൂടി ഒരുമിച്ച് കൊണ്ടുപോകണ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ലേ? ഉണ്ട്, ഇല്ലാന്ന് പറയല്ല. അപ്പൊ അതൊക്കെ ഒരാള് മദ്യപിക്കുന്നതിന് അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ എന്തെങ്ങനെ കള്ളു കുടിക്കുന്നത് കാറാമല്ലേ എന്ന് ചോദിക്കിയാൽ പോലും എന്തെങ്കിലും ഒരു കാരണം പറയും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ മതമുള്ള ആളോട് ഇപ്പൊ നിങ്ങള് എല്ലാ നിസ്കാരം കള്ളാക്കാതെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഒരാൾ കള്ളു കുടിക്കണുണ്ടാല് അയാളോട് നിങ്ങൾ ചോദിക്കാണ്, എന്താ ചങ്ങായിയെ, നമ്മള് 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന ഒരു മുസ്ലിം അല്ലേ, ഇതിങ്ങനെ കള്ളു കുടിക്കണ എന്താന്ന് ചോദിച്ചാൽ അപ്പൊ അയാൾ അതിനൊരു കാരണം പറയും, ഒരു ന്യായം പറയും. ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ന്യായം പറയും, എന്തിനാ ചെയ്യണേന്ന് ചോദിച്ചാല്. അതും ഒരാളുടെ ആദർശം തമ്മിൽ പ്രത്യേകിച്ച് നേരിട്ട് ബന്ധം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം കൊടുക്കുന്നത് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ അതായത് ഇപ്പൊ നിങ്ങളൊരു കാര്യം പറയും, നിങ്ങളൊക്കെ നല്ല കുറച്ച് സെറ്റിലായ ആൾക്കാര്. എന്ത് സെറ്റിലാവണ്? പൈസ കൊണ്ടല്ലേ കൊടുത്തോളൂ. അടിപൊളി. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ. അല്ല, എന്തായിക്കോട്ടെ, ഒരു സാധാരണക്കാർക്ക് പോകും പണക്കാണ് ജീവിക്കുന്ന ഒരാള് പെട്ടെന്ന് നിങ്ങളത് കേട്ടിട്ട് വിശ്വാസമൊന്നുമില്ല. അങ്ങനെയൊന്നും പോണ സാധനല്ലേ വിശ്വാസം. നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അല്ല നിങ്ങളത് കേട്ടിട്ട് ഇപ്പൊ അവർക്ക് വിശ്വാസമില്ല, പഠിച്ചോന്നില്ലാതായി. അപ്പൊ പിന്നെ അവന്റെ ഇതിലൊക്കെ എന്തല്ലോ ചെറിയ 10-65 വയസ്സ് വരെ ജീവിക്കുക. ആ ജീവിതത്തിൽ ഒരിടത്തൊന്നുമില്ല. അവന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവനെ അറിയപ്പെടുന്ന എല്ലാവർക്കും പൈസ ഉണ്ട്. അപ്പൊ പിന്നെ അത് ഏത് മാർഗത്തിലൂടെയും അവന്റെ ജീവിതം സെറ്റിലാക്കാൻ നോക്കൂടെ? ഇല്ല, അത് ഞാൻ പറഞ്ഞത് ആളുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് പറഞ്ഞത് വേറെ സാധനമാണ്. പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ എത്തിക്സ് ഉണ്ടല്ലോ, മൂല്യങ്ങള്,
അത് ഒരാൾ വിശ്വാസി ഇപ്പൊ ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ മോഷ്ടിക്കാത്ത, മുസ്ലിങ്ങളല്ലാത്തൊക്കെ മോഷ്ടാക്കള? അല്ലെങ്കിൽ അസാൻ മാർഗിക മാർഗത്തിലൂടെ അത് ഞാൻ പറഞ്ഞത് അനുഭവിക്കുന്ന ആൾക്കാരും ഇത്രയും ആൾക്കാരും എന്താണ് വിശ്വസിക്കുന്നത് ഈ ലോകം അല്ലെങ്കിൽ അടുത്ത ലോകത്തിൽ ലോകത്ത് അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ ഒരാളെ ചതിക്കാത്തതും ഒരാളുടെ സമ്പത്ത് മോഷ്ടിക്കാത്തതും കൊള്ളയടിക്കാത്തതും ദൈവത്തെ മുൻനിർത്തിയിട്ട് മാത്രമാണ് എന്നുള്ള വലിയ അബദ്ധധാരണയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കല്ലാതെ വിശ്വാസം പഠിപ്പിക്കുന്നതാണ്. അതായത് പഠിച്ചവനെ പേടിയില്ലെങ്കിൽ എല്ലാരും മോഷ്ടാക്കളാവുന്ന ഇല്ല. ദൈവവിശ്വാസം ഇല്ലാത്ത എല്ലാരും മോഷ്ടാക്കളായിട്ട് നിങ്ങൾക്ക് അറിയോ? പറ്റിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയോ? ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ ഞാൻ തങ്ങളുമായിട്ട് സംസാരിച്ചു, തങ്ങളുമായിട്ട്. അപ്പൊ ആ തങ്ങള് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഒരു കാരണവശാലും വിശ്വസിച്ച് പണമിടപാട് നടത്താൻ പറ്റാത്ത ആൾക്കാരാണ് ഈ വലിയ വലിയ തങ്ങന്മാരും വലിയമാരുന്നാ. ഒരു തങ്ങള് കുടുംബത്തിലെ ഒരു കുട്ടി പറയാണ് ഇപ്പൊ എന്നോട്. അതാ പറഞ്ഞ. അപ്പൊ അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളാണ്. എല്ലാത്തിനും തന്നെ എത്തിക്സ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഉണ്ടാവേണ്ട ഗുണമാണ്. അതും ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പിന്നെ ഇത് നമ്മൾ എത്തിക്സ് പഠിപ്പിക്കാന് സ്വർഗത്തെ കാണിച്ച് കൊതിപ്പിക്കലും നരകത്തെ കാണിച്ച് പേടിപ്പിക്കലും മാത്രമേ ഒരു മാർഗമുള്ളൂ എന്ന് പറയുന്നതും വളരെ പ്രാചീനമായിട്ടുള്ള ചിന്തയാണ്. നമ്മള് മൊറാലിറ്റി ഒക്കെ പഠിപ്പിക്കുന്നത്, ധാർമ്മികത, എത്തിക്സ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് മരണാനന്തരം സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടല്ല. നമ്മൾ സഹജീവികള് സാമൂഹ്യ ജീവിതം നടിക്കുമ്പോ ഈ ഒരു സമൂഹത്തില് സുഖകരമായിട്ട് ജീവിക്കാൻ നമുക്കും മറ്റുള്ളവർക്കും എങ്ങനെയാണ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ള പരിശീലനം കൊടുക്കുക. പല ആളുകളും വിചാരിക്കുന്നത് നിങ്ങള് പറയുന്നത് പറയുമ്പോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാന്നല്ലാതെ ഒരാള് അത്രയും ഒരു പാവപ്പെട്ടവനായ ആളാൾക്ക് ആ ആളെ പാവപ്പെട്ടവനായി നിർത്തുന്നതിൽ പോലും ഈ മതത്തിന് വലിയ റോൾ ഉണ്ടാവും. അതല്ല, ഇത്ര കാലം എനിക്ക് ജീവിക്കാറുള്ളൂ, ഈ ലോകത്ത് വേറെയുള്ള ദൈവം അത് കഴിഞ്ഞിട്ട് വേറെ ജീവിതം എന്താണെന്നൊക്കെ ഇത് മനസ്സിലാകാറുണ്ട്. അങ്ങനെ മനസ്സിലാകാൻ ആവശ്യം എന്ത് ചെയ്യാനില്ലതുകൊണ്ട് അത് മതത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതത്തിന്റെ പ്രശ്നമാണ്. അല്ല, അങ്ങനെ പഠിപ്പിക്കും. അത് മതം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മതത്തിൽ നിന്ന് വിടുന്ന ആളുകള് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരാളെ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നത് നാളെ നരകത്തിൽ പോകുമ്പോ നമുക്ക് ശിക്ഷ കിട്ടും എന്നുള്ള പേടിച്ചിട്ടാണ് എന്ന് അങ്ങനെ അതുകൊണ്ട് മാത്രം കൊല്ലാതെ നടക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോ ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അങ്ങനെ പോകാൻ അത് വെറും വിശ്വാസല്ലേ? ആ വിശ്വാസമുള്ള ആൾക്കാർ മോഷ്ടിക്കുന്നില്ലേ? അല്ല, ആ വിശ്വാസമുള്ള ആൾക്കാർ മോഷ്ടിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് അതാണ്. അത് നമ്മള് ഇതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് എനിക്കും ഉണ്ടായിരുന്ന ഈ പ്രശ്നം മനസ്സിലായി, ഈ സംശയം. വിശ്വാസിയായിരിക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്ന ഈ സംശയം. പക്ഷെ അത് നമ്മളെ വലിയ തെറ്റിദ്ധാരണയാണ്. അതായത് മതവിശ്വാസം ഉള്ളത് കൊണ്ടും മതം നന്മ തിന്മകൾ കൽപ്പിച്ചത് കൊണ്ടാണ് ആളുകള് മോറലായിട്ടിരിക്കുന്നത്, ആളുകൾ എത്തിക്സ് നോക്കുന്നത് എന്നുള്ളത് നമ്മളെ തെറ്റായ ധാരണയാണ്. അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. അതിപ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണെന്നും കണക്കുകൾ അങ്ങനെയാണെന്നുമാണ് പറയാനുള്ളത്. കാരണം മതം കൊണ്ട് മൊറാലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഓരോ മതത്തിലുള്ള ആൾക്കാർക്ക് മൊറാലിറ്റി ഉണ്ടാവും. അത് ഇല്ല എന്നാണ്. എല്ലാവർക്കും അങ്ങനെയല്ല. എല്ലാത്തിന്റെയും റേഷ്യോ ഏകദേശം ഒരു തുല്യമായിട്ട് കാണാൻ പറ്റും നമുക്ക്. എല്ലാത്തരം ആൾക്കാരുടെയും ജനസംഖ്യാനുപാതികമായിട്ട് ഇത്തരം ആളുകൾ ഇതൊരു ഓരോ വ്യക്തികളുടെ ക്വാളിറ്റി ഇല്ലായ്മയാണ്. അതിലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ മതം എന്ന് പറയുന്നത് അതേ സമയത്ത് മതം ഇല്ലാതാവുമ്പോ മാത്രം നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന കുറെ നല്ല മൂല്യങ്ങൾ ഉണ്ട് താനും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല് എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് പരിഗണിക്കാനും സംസാരിക്കാനും ഇടപഴകാനും എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശം ഉള്ളവരാണ് എന്നുള്ള ഒരു പൊതു ബോധ്യത്തിലേക്ക് നമ്മളെ എല്ലാ മേഖലയിലുള്ള ചിന്തയെയും മാറ്റാനും മതത്തിൽ നിൽക്കുമ്പോ കഴിയില്ല. മതം എല്ലാ കാര്യങ്ങളിലും നമ്മൾ മതത്തിൻ്റെതായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലാണ് കാണുക. അത് ഈവൻ ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഇതില്ലേ നമ്മുടെ എന്താ പറയാ ചില ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ചില ആൾക്കാര് ചാരിറ്റി നടത്തുന്ന ഈ ട്രസ്റ്റുകൾക്കൊക്കെ പൈസ കൊടുക്കുമ്പോഴേ
അവര് പ്രത്യേകമായിട്ട് പറയും ഇതൊരു മുസ്ലിം ഫാമിലിക്ക് കൊടുക്കണം കേട്ടോന്ന്. അപ്പൊ അത്തരം വിവേചനങ്ങൾ മനുഷ്യരെ അത്തരം ചിന്തകളൊക്കെ ഉണ്ടാവുന്നത് മതത്തിന്റെ ഇടുങ്ങിയ ചിന്തകൾ കൊണ്ടാണ്. നമുക്ക് അതിന് അപ്പുറത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കൊന്നും എനിക്ക് മതമല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അല്ല, അത് മതം നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ള ഒരു ഗതികേടാണ്. അല്ല, അത് മതം നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ള ഒരു ഗതികേടും ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾക്ക് തരുന്ന സ്ട്രെസ് ചെറുതായിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ വീഡിയോസുകൾ കണ്ടപ്പോ കുറെ കാര്യങ്ങൾ ശരിയാണെന്ന്. പക്ഷെ എനിക്ക് അത് നിങ്ങളുടെ പേടിയാണ്. ഇപ്പൊ നിങ്ങൾ മതം വിട്ടാൽ നിങ്ങൾ നാളെ കള്ളുകൂടി തുടങ്ങും, നിങ്ങൾ പേടിക്കണ്ടോ? അതല്ല, കള്ളുകൂടി വേറെ നാളെ മോഷ്ടിക്കും നിങ്ങൾ വിചാരിക്കണ്ടോ? ഇല്ലല്ല, ഞാൻ എന്റെ കേസല്ല. അല്ല, നിങ്ങൾക്ക് പേടി എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ ചോദിച്ചാ വ്യക്തിപരമായിട്ട്. അപ്പൊ പിന്നെ ആകെ ഉള്ളത് മരണാനന്തരം എന്നുള്ള ഒരു സാധനമാണ്. മരണഭയമാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ഒരു സാധനമാണ്. അത് കുറച്ചു കാലം ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും കുറച്ചു കാലം കൂടിയൊക്കെ ഉണ്ടാവും. അത് വളരെ ചെറിയ പ്രായത്തിൽ മനുഷ്യന്മാരുടെ തലയിൽ മതം കുത്തിക്കയറ്റുന്ന കുറെ സാധനങ്ങളാണ്. മരണത്തിന് ശേഷം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മരണത്തിന് ശേഷം എന്താണ് എന്നുള്ളത് നമുക്ക് ജനനത്തിന് മുമ്പ് എന്താണെന്ന് ആലോചിച്ചാൽ കിട്ടും. എങ്ങനെ? ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അതന്നെ മരണത്തിന് ശേഷം. അപ്പോ നിങ്ങൾ പറയുന്നത് ഈ ഒരു മനുഷ്യനെ അതായത് നമ്മളൊരു മനുഷ്യനായിട്ടുള്ള ഒരാള് ഈ 60-70 വർഷം വരെ ആയിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ ഈ മനുഷ്യനായിട്ട് വേറെ എന്തുണ്ടാവും? ഇല്ല. അങ്ങനെയാണ് നിങ്ങൾ പറയണേ? അതെ, തെളിവില്ല വേറെ എന്തെങ്കിലും ഉള്ളതായിട്ട്. കഥകൾ എമ്പാടും ഉണ്ട്. ചില ആൾക്കാർ ചില മതങ്ങളുടെ കഥ അനുസരിച്ച്, ചില വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ട് ആളുകൾ വേറെ വേറെ ജീവികളായി പുനർജനിക്കും. ചില ആളുകൾ വേറെ കാസ്റ്റ് ആയിട്ട് പുനർജനിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ചില ആൾക്കാർ സ്വർഗ നരകം, ശാശ്വതമായ സ്വർഗ നരകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ ഈ മരണത്തെ എന്താ പറയാ മറികടക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹ ചിന്തയാണ്. അതിൽ നിന്നുണ്ടാവുന്ന കുറെ കഥകൾ മാത്രമാണ്. അതിനൊന്നും അടിസ്ഥാനമില്ല, തെളിവില്ല. ആ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിക്കുന്നവരും മറ്റുള്ളവരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നവരുമായിട്ടുള്ള കുറെ ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ.